അപ്പൊ ഗായ്സ് ഞാനും എന്റെ ലോലൂസും എന്റെ കുക്കുമ്മയും കൂടി എനിക്കൊരു ഡ്രസ്സ് അടുപ്പിക്കാൻ പോവാണ് കേട്ടോ. ഈ വർഷത്തെ വിഷുവിന് എനിക്കും കൂടെ ഇവരുടെ കൂട്ടത്തിൽ ഡ്രസ്സ് അടുപ്പിക്കാൻ പോവാണ്. അപ്പോ ഞാൻ ഇതുവരെയായിട്ടും വിഷുവിന് ഡ്രസ്സൊന്നും അടിച്ചിട്ടിട്ടില്ല ഗായ്സ്. അതുകൊണ്ട് ഈ വർഷം ഞാൻ നല്ല സുന്ദരനായിട്ട് ഒരുങ്ങി നല്ല മിടുക്കിയായിട്ടിരിക്കും. അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുതലാളി. എന്റെ നാക്കിൽ കൊണ്ടാ മുറിയാവേ മുതലാളി. എന്നാ നമുക്ക് ഈ ഉടുപ്പ് ഇടാം അല്ലേ? ഈ അളവിന് തയ്പ്പിക്കല്ലേ നമുക്ക്? ആ അങ്ങനെ തന്നെ. ഈ കയ്യ് ആ ഒരു കൈ ഇട്ടുല്ലേ. ഇനി അപ്പുറത്തെ കൈ ഇടു മുതലാളി. ആ ഇത് അയ്യോ എനിക്കിതിന്റെ മണം കേട്ടിട്ട് നുണയുന്നു വയൽ കപ്പലോടുന്നു. ഇനി കുറച്ച് കഴിക്കട്ടെ. നിക്ക് മുതലാളി ഇത്തിരി കഴിക്കട്ടെ. ആ അതാ കൊണ്ടുപോവില്ലേടി. ആ കുറച്ച് എന്തിനാ മുതലാളി ഇങ്ങനെ ചിരിക്കുന്നേ മുതലാളി? ഞാനിത്തിരി കഴിച്ചോട്ടെ, എന്റെ വയറൊന്ന് നിറയ്ക്കട്ടെ ഞാന്. ഹാ ഇതാരാ? ഞാൻ തന്നെയാണോ? എന്റെ അമ്മച്ചി എന്തൊരു ഭംഗിയാണ്. അതിനിടയിൽ നീ ഇത് കൊണ്ടല്ലോ. ഞാൻ എന്റെ ലുക്കൊന്ന് നോക്കട്ടെടി. ആ സൂപ്പറായിട്ടുണ്ടല്ലോ. എനിക്ക് എന്തായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ മുതലാളി. അപ്പൊ എനിക്ക് എന്തായാലും നല്ലൊരു ഉടുപ്പ് അടിച്ചു തരണേ വിഷുവിന്. വിഷുവിന് എനിക്ക് തലയിൽ ചൂടാനുള്ള ക്ലിപ്പും അങ്ങനത്തതൊക്കെ വാങ്ങിച്ചു തരണേ മുതലാളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് വിഷുവിന് നമുക്കൊരു ഉടുപ്പാക്കണോ അതോ പട്ടുപാവാടയാക്കണോ ഗായ്സ്? നിങ്ങൾ പറയാട്ടോ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. അതുകൊണ്ട് എനിക്ക് ഉടുപ്പാണ് ഇഷ്ടം. നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എന്റെ മുതലാളിക്കും ഉടുപ്പാണ് ഇഷ്ടം. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉടുപ്പൊക്കെ ഇട്ട് തരുന്നത് കൊണ്ട് മുതലാളിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് തരാൻ. പക്ഷെ എനിക്ക് വിട്ടിട്ട് ചൂടുമ്പോ അത് എടുക്കുന്നുണ്ട് ഗായ്സ്. ഭയങ്കര ചൂടാണ്. ഇനി അടുത്ത മാസം ഞങ്ങള് ഗൂഡല്ലൂരിലേക്ക് പോവാണ് കേട്ടോ. ഞാനും എന്റെ മുതലാളിയും എന്റെ ലൊലൂസും ഉണ്ടേ. ഞങ്ങള് കൂടല്ലൂർ പോയി കുറച്ച് ദിവസം താമസിക്കാൻ പോവാണ്. അപ്പൊ അവിടെ നല്ല തണുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ ആയിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ വൈകുന്നേരം ആയിട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ കളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതേ മുതലാളി എനിക്ക് ഒളിച്ചേ കണ്ടേ കളിക്കുകയാണ് കേട്ടോ മുതലാളി. ഇങ്ങനെ എന്റെ തല മൂടും. അപ്പൊ ഒളിച്ചേ കണ്ടേന്ന് പറഞ്ഞ് കളിക്കും കേട്ടോ ഞങ്ങള്. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ അടിയായി ഗായ്സ്. കാരണം അങ്ങനെ തന്നെ അടിക്കേ ഒന്ന് തൊട്ട് നോക്ക്. അപ്പൊ എന്റെ താനി സ്വഭാവം മനസ്സിലാവും നിങ്ങൾക്ക്. ഒന്ന് തൊട്ട് നോക്കടാ. തൊട്. ആ തൊട്. ആ എന്റെ താനി കോണ എന്താന്ന് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. ഒന്ന് തൊട്ട് നോക്ക്. കളിയൊക്കെ കളി. എന്റെ ദേഹത്തെ വിവരം അറിയൂട്ടോ നിങ്ങള്. ആ പിന്നെ കാശ് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫൈറ്റ് ആയിരുന്നു. കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് അടി പിടി കടി വലിക്കലും ചീതലും പിച്ചലും മാന്തലും ഒക്കെ ആയിരുന്നു. അവസാനം ഞാൻ പോയിട്ടോ. എനിക്ക് ദേഷ്യം വന്നു. കണ്ടോ മുതലാളി എന്നെ വെറുതെ വിടുന്നില്ല. ഞാൻ പോണേണ്. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.